എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഈ അനുഗ്രഹീത സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യ വാചനങ്ങളും ഗാനങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ വ്യക്തമായ സന്ദേശം ഇതിനോടകം നാം കേട്ട് കഴിയുകയുണ്ടായി. തുടർന്ന് ഏറ്റവും പരിമിതമായ നിമിഷങ്ങൾക്കുള്ളിൽ ദൈവവചനത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ച ക്ലേശകരമായ ഒരവസ്ഥയിൽ സഹോദരൻ മോൺസിയും മേഴ്സിയും അനുഭവിക്കുന്ന കൃപയുടെ മഹത്വം അത് പങ്കിടുന്ന ഒരു വേദിയാണ്. 2001-ലും 2003-ലും അവരോടൊന്നിച്ച് ചില ദിവസങ്ങൾ ആയിരിക്കാനും ഒന്നിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഇടയായപ്പോൾ വാസ്തവത്തിൽ രോഗത്തെക്കുറിച്ചും രോഗസൗഖ്യത്തെക്കുറിച്ചും ദൈവകൃപ അനുഭവിക്കുന്നതിനെ കുറിച്ചും എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളും ധാരണകളും ഒരർത്ഥത്തിൽ ബലപ്പെടുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം, അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം മാത്രമല്ല ദൈവത്തിന്റെ വ്യവസ്ഥയിലുള്ളത്. പകരം ദൈവേഷ്ടം നിറവേറുന്നതിനായി കഷ്ടതയെ അഭിമുഖീകരിക്കുക, അങ്ങനെ ഒരു അനുഭവം കൂടെ ദൈവം വിശ്വാസികൾക്ക് രോഗം നൽകുമ്പോൾ ഉണ്ട്. അത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ക്രൈസ്തവ ഗോളം അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം മാത്രമാണ് ഉയർത്തുന്നതും മറ്റുള്ളവർ അതിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന് രോഗം സൗഖ്യമാക്കുവാൻ കഴിയും. പെട്ടെന്നുള്ള രോഗസൗഖ്യം എന്ന് പറയുന്നത് കാര്യങ്ങളുടെ ഒരു വശം മാത്രമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിറവേറ്റും, യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ പക്വതയെന്ന വിശ്വാസികളിൽ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം ആ രോഗത്തിലൂടെ വ്യക്തമാക്കുക. അത് അവരിലൂടെ ആയിരിക്കാം, നമ്മളിലൂടെ ആയിരിക്കാം. ദൈവത്തിന് അറിയിക്കുവാൻ ചില സന്ദേശങ്ങളുണ്ട്, ദൈവത്തിന് പങ്കുവയ്ക്കുവാൻ ചില ആലോചനകളുണ്ട്, ദൈവത്തിന് ചില സ്വർഗീയ പദ്ധതികൾ എന്നിലും നിങ്ങളിലും നിറവേറേണ്ടതായിട്ടുണ്ട്. അത് നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടുള്ളതല്ല. ദൈവം രോഗം പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ മതിയാകുന്നവനാണ്. എന്നാൽ അതിലുപരിയായി പക്വത എന്ന വിശ്വാസികൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പൂർണ്ണമായ ഒരു രോഗസൗഖ്യത്തിൽ ഉപരിയായി ദൈവം എന്ത് ആഗ്രഹിക്കുന്നു, ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുകയും ആ നിലയിൽ ദൈവിക പദ്ധതികൾ രൂപം കൊള്ളുവാൻ ഇടയാകുന്നുവെങ്കിൽ അതാണ് മഹാഭാഗ്യമെന്ന് പറയുന്നത്. ആ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ സഹോദരൻ മോൺസിയെയും മേഴ്സിയെയും ദൈവം അത്ഭുതകരമായ വഴികളിൽ കൂടെ നടത്തി. പ്രിയ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ ആ വിധത്തിൽ അവരുടെ കൃപ അനുഭവിക്കുന്ന കൃപയുടെ മഹത്വവും അവർ അനുഭവിക്കുന്ന തരണം ചെയ്യുന്ന വിഷയങ്ങളും നേരിൽ കാണുവാൻ എനിക്ക് ഇട നൽകിയിട്ടുണ്ട്. ദൈവം ആ വിധത്തിൽ അവരെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം അത് നേരിടുവാൻ നമ്മളെ അനുവദിക്കുന്നത് തികച്ചും വിഭിന്നമായ രീതികളിലാണ്. ശ്രദ്ധിക്കുക, ഒരുപക്ഷെ തീയുടെ അനുഭവം നമുക്കുണ്ടായെന്ന് വരാം. ചില സന്ദർഭങ്ങളിൽ അവൻ തീയെ കെടുത്തി നമ്മളെ രക്ഷിച്ചു എന്ന് വരും. ചില സന്ദർഭങ്ങളിൽ തീയുടെ ബലം കെടുത്തി നമ്മളെ വിടുവിച്ചു എന്ന് വരും. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 യുവാക്കന്മാരെ തീ കെടുത്തിയല്ല രക്ഷിച്ചത്. അവരെ തീച്ചൂളയിൽ കൂടെ കടന്നു വിട്ടപ്പോൾ തന്നെ തീയുടെ ബലം കെടുത്തിയാണ് ദൈവം രക്ഷിച്ചത്. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ വിധത്തിലുള്ള ചില അനുഭവങ്ങളാണ്. എപ്പോഴും തീ കെടുത്തി ദൈവം രക്ഷിക്കുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ തീച്ചൂളയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അത് അനുഭവിപ്പിക്കുകയും തീയുടെ ബലം കെടുത്തി നമ്മളെ വിടുവിക്കുവാനും രക്ഷിക്കുവാനും ദൈവം സർവശക്തനാണ്. രണ്ടാമതായി അവൻ വെള്ളത്തിലൂടെ നമ്മളെ നടത്തിയെന്ന് വരാം. പ്രവചന പുസ്തകത്തിലുള്ള മഹത്തായ വാക്യം, നീ വെള്ളത്തിലൂടെ നടന്നാൽ നീ മുങ്ങിപ്പോകുകയില്ല, വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. ഒരുപക്ഷെ വെള്ളത്തിലൂടെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായാൽ ഒരിക്കലും വെള്ളം നമ്മളെ മുക്കിക്കളയുകയില്ല. ആ വിധത്തിൽ ദൈവത്തിന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ വെള്ളം രണ്ടായി വിഭജിച്ചുകൊണ്ട് ദൈവം നമ്മളെ അക്കരെ കടത്തിയത് വരും. അത് ദൈവമാണ് സ്വീകരിക്കുന്നത്. ഇനി വരുന്നതിന്റെ സാരം, പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ഹ്രസ്വമായി നാം ഒരിക്കലും ദൈവത്തിന്റെ ആലോചന കാണരുത്. വിശാലമായി കാണുക, വചനാനുസരണം കാണുക. ദൈവം ഏതു വിധത്തിൽ നമ്മളെ കുറിച്ച് വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഉദ്ദേശം ഏതു വിധത്തിൽ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. വീണ്ടും മൂന്നാമതായി, ചില സന്ദർഭങ്ങളിൽ ദൈവം സിംഹത്തിന്റെ വായടച്ച് നമ്മളെ രക്ഷിക്കും. അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ബൈബിളിൽ പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ സിംഹത്തിന്റെ വായടച്ച് രക്ഷിക്കുന്നവനാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല രക്ഷിക്കുന്നത്. സിംഹത്തെ രണ്ടായി വലിച്ചു കീറുവാനുള്ള ബലം കരങ്ങൾക്ക് നൽകി അവൻ രക്ഷിക്കും. ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ദൈവത്തിന് അസാധ്യമായ യാതൊന്നും തന്നെയില്ല. അലറുന്ന സിംഹം പോലെ ക്ലേശകരമായ അവസ്ഥകൾ, ഒരുപക്ഷെ ഇന്നത്തെ എന്റെ പ്രസംഗം മേഴ്സിയോടല്ല, അവരുമായി ഞാൻ അനേക സന്ദർഭങ്ങൾ പല വിഷയങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കടന്നു പോകുന്നവർക്ക് നൽകുവാനുള്ളൊരു സന്ദേശം,
അലറുന്ന സിംഹം പോലെ പ്രശ്നങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ അലറുന്ന സിംഹം പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ആ സിംഹത്തിന്റെ വായടച്ച് ദൈവം നമ്മെ രക്ഷിച്ചു എന്ന് വരും. ചില സന്ദർഭങ്ങളിൽ ആ സിംഹത്തെ വലിച്ചു കീറുവാനുള്ള ബലം നമ്മുടെ കരങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനാൽ നൽകിത്തരും. ദൈവമാണ് വിജയം നൽകുന്നത്, അത് നിർവഹിക്കും, യാതൊരുവിധ സംശയവുമില്ല. വീണ്ടും ഒരു മതിലായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എരിഹോ മതിൽ തകരുന്നത് പോലെ ദൈവം ആ മതിൽ തകർത്ത് നിന്നെ രക്ഷിക്കുവാൻ മതിയായവനാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ ദൈവം നമ്മുടെ കാൽമുട്ടുകൾക്ക് ബലം നൽകും, യാതൊരുവിധ സംശയവുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. സർവശക്തനായ ദൈവത്തിന്റെ ഞാൻ എന്റെ വലങ്കരം നീട്ടിയിരിക്കുന്നു, അതാർ മടക്കുമെന്ന് ചോദിച്ച അത്യുന്നതനായ ദൈവത്തിന്റെ സാക്ഷ്യം ഇത്ര മഹത്തായി വിളംബരം ചെയ്യുന്ന ഈ വേദിയിൽ ഞാൻ പറയട്ടെ, പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഏതു വിധത്തിലും ദൈവം ജയം നൽകുവാൻ പര്യാപ്തമാണ്. ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതികൂലങ്ങളെ നേരിടുകയും പൂർണ്ണമായ നിലയിൽ ആത്മീയത ആ നിലയിൽ കാത്തുപാലിക്കുകയും ചെയ്ത പൗലോസ് ശ്ലീഹ അദ്ദേഹം ഉദ്ധരിച്ചൊരു വാചകമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഇതുപോലെ പ്രതികൂലങ്ങളെ നേരിട്ടിട്ടുള്ളൊരു വ്യക്തിയില്ല, ഇതുപോലെ പ്രശ്നങ്ങളെ കണ്ടെത്തിയിട്ടുള്ളൊരു വ്യക്തിയില്ല. ആ വ്യക്തി അതിന്റെ മധ്യയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ശ്രദ്ധിക്കാം, അതിന് തൊട്ടു മുമ്പായി താൻ പറയുന്ന സാക്ഷിവാദകം, ക്ലേശം അനുഭവിക്കുവാൻ കർത്താവിനെ ശീലിപ്പിച്ചിരിക്കുന്നു. ക്ലേശം മാറ്റുവാനല്ല, ക്ലേശം അനുഭവിക്കുവാൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ കർത്താവിനെ ശീലിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, സമൃദ്ധിയും ദാരിദ്ര്യവും, രോഗവും ദുഃഖവും സുഖവും, ഇതെല്ലാം ജീവിതത്തിന്റെ രണ്ട് അനുഭവങ്ങളാണ്. ഈ രണ്ട് അനുഭവങ്ങൾ വരുമ്പോൾ പരീക്ഷ നമുക്കുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ രണ്ട് അനുകൂലങ്ങളെ പ്രതികൂലമായ അനുഭവമെന്നും അനുകൂലമായ അനുഭവമെന്നും ഞാൻ വിഭജിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ, അനുകൂലമായ അനുഭവങ്ങൾ, ഈ രണ്ട് സാഹചര്യങ്ങളും വിശ്വാസികൾക്ക് പരീക്ഷ ഉണ്ടാകുവാൻ ഇടയാകുന്ന രണ്ട് സാഹചര്യങ്ങളാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെ പരീക്ഷിക്കും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്, മറ്റാർക്കും ഇങ്ങനെ വരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാനിത് അനുഭവിക്കുന്നത്? ആ നിലയിൽ ദൈവത്തെ ചോദ്യം ചെയ്യുവാനും പിറുപിറുക്കുവാനും ഹേതുവാകുന്ന ഒരു രംഗം. അതുപോലെ തന്നെ അനുകൂലമായ രംഗങ്ങൾ, സൗഖ്യം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ, ആരോഗ്യം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ പലപ്പോഴും നിഗളിച്ചു പോകാറുണ്ട്. ദൈവിക സാന്നിധ്യ നിഷേധം സംഭവിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. ഈ രണ്ടു വേളകളും ദൈവദാസനിൽ വന്നപ്പോൾ താൻ പറയുകയുണ്ടായി, ബുദ്ധിമുട്ട് അനുഭവിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു, രോഗം അനുഭവിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു, സുഖവും അനുഭവിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. സമൃദ്ധിയും ദാരിദ്ര്യവും ക്ലേശവും ബുദ്ധിമുട്ടും ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ മാറാവുന്നതല്ല ക്രിസ്തുവിലെ വിശ്വാസം എന്ന് പറയുന്നത്. സാഹചര്യം എന്തു തന്നെ മാറിക്കൊള്ളട്ടെ, ഞാൻ വിശ്വസിച്ച കാൽവറിയിൽ എനിക്കായി വിശുദ്ധ രക്തം ചൊരിഞ്ഞ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കുവാൻ യാതൊന്നിനും കഴിയുകയില്ല എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, ഉയർത്തി പറഞ്ഞുകൊണ്ട്, ഈ വിശ്വാസത്തിൽ നിന്ന് എന്നെ പിന്തിരിയുവാൻ യാതൊന്നിനും കഴിയുകയില്ല. രോഗമോ മരണമോ കഷ്ടതയോ പട്ടിണിയോ വാളോ യാതൊന്നും കൊണ്ടും ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ശ്രേഷ്ഠദാസൻ പ്രഖ്യാപിച്ചു. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ജീവിതത്തെ നേടുക. ഞാൻ അടുത്ത ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി, ഇതുവരെയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവിക വിശ്വാസത്തിന്റെ വിജയമാണ്. ഒരുപക്ഷെ മേഴ്സിയുടെ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ്, നിങ്ങളുടെ ജീവിതത്തോടൊരു വെല്ലുവിളി. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നോക്കുവാൻ ഒരു കർത്താവ് ഉണ്ടാകണം. ഒരു മനുഷ്യനിലേക്ക് നോക്കുവാൻ ഇടയാകുന്നതിന് മുമ്പ് പാപിയായിരിക്കുന്ന ഒരുവൻ ക്രൂസിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. ക്രൂസിൽ പാപിയുടെ മരണം സംഭവിക്കണം. നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരാർത്ഥമായി ലോകത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പാപവും പേറി ഇതാ കാൽവറിയിൽ ഒരു ഹീനമരണം സംഭവിച്ച് അവൻ മരിച്ചു, അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ കർത്താവും സുന്ദരക്ഷിതാവുമായി സ്വീകരിക്കുന്ന ആർക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമാധാനവും സന്തോഷവും അത് അളവറ്റതാണ്. ഒരുപക്ഷെ ക്യാൻസറിൽ നിന്നുള്ളൊരു വിടുതലും പിന്നെ മരണവും സംഭവിച്ചാലും അതൊരു മരണമല്ല, പകരം അതൊരു പുനരുദ്ധാനത്തിന്റെ ഒരുക്കം മാത്രമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ ഒരു നാളും മരണം കാണുകയില്ല. വിശ്വാസികൾക്ക് മരണമില്ല. ക്രൂസിൽ പാപിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കയില്ല, ക്രിസ്തുവിനോടുകൂടി അവൻ ഉയർത്തെഴുന്നേൽക്കും, യാതൊരുവിധ സംശയവുമില്ല. ഞാൻ വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ആ മഹത്തായ വാക്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ശ്രദ്ധിക്കുക,
ദാരിദ്ര്യം എന്നെ തേടി വന്നാൽ ഞാൻ അതിന് മതിയാകാത്തവനാണ്. ഞാൻ ബലഹീനനായ ഒരു മനുഷ്യനാണ്. ആ ദാരിദ്ര്യം നേരിടുവാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ ആ മതിയാകാത്തവനാണ്. ആ സാഹചര്യത്തിന് ഞാൻ മതിയാകാത്തവനാണ്. രോഗം എന്നെ തേടി വന്നാൽ എന്റെ ശരീരം ക്ലേശകരമാണ്, ബലഹീനമാണ്. ആ വേദന താങ്ങുവാനുള്ള ത്രാണി എനിക്കില്ല. വാർദ്ധക്യം എന്നെ തേടി വന്നാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. ഞാൻ ആ അവസ്ഥയിൽ ഏകനായി പോകും. അതെനിക്ക് താങ്ങുവാൻ കഴിയുകയില്ല. മരണം എന്നെ തേടി വരുമ്പോൾ അതിന് ഞാൻ മതിയാകാത്തവനാണ്. കാരണം മരണത്തിന് മുമ്പിൽ ഞാൻ നിസ്സഹായനാണ്. എന്നാൽ ഞാൻ എന്റെ കണ്ണുകളെ ഉയരങ്ങളിലേക്ക് പായിക്കുമ്പോൾ കാർമേഘത്തിനുള്ളിൽ ഞാൻ കാണുന്ന സൂര്യപ്രകാശം, നീതി സൂര്യന്റെ പ്രകാശം, അവിടെയാണ് എന്റെ രക്ഷിതാവ്, അവിടെയാണ് എന്റെ കർത്താവ്. അവനാണ് എന്നെ ശക്തനാക്കുന്നവൻ. അവൻ എന്നെ ശക്തനാക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്റെ നിമിത്തമല്ല, അവൻ നിമിത്തം. അവൻ എന്നെ ശക്തനാക്കുന്നത് കൊണ്ട് ഞാൻ സകലത്തിനും മതിയാകും. ഇനി ദാരിദ്ര്യം എന്നെ തേടി വന്നാൽ ഞാൻ പതറുകയില്ല. കാരണം എന്നെ ശക്തനാക്കുന്നവൻ ഉയരത്തിൽ ജീവിക്കുന്നു. ഇനി രോഗം എന്നെ തേടി വന്നാൽ ഞാൻ ക്ഷീണിതയാകുകയില്ല. കാരണം എന്നെ ശക്തനാക്കുന്നവൻ ഉയരത്തിൽ ജീവിക്കുന്നു. വാർദ്ധക്യം എന്നെ നേരിട്ട് കൊള്ളട്ടെ, ഞാൻ പതറുകയില്ല. എന്റെ രക്ഷിതാവ് ജീവിക്കുന്നു. അനാഥനെയും വിധവയും പരിപാലിക്കുന്ന ദൈവം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച കർത്താവ് അവൻ ഒരിക്കലും എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മരണം എന്നെ തേടി വന്നുകൊള്ളട്ടെ, ഞാൻ ആ മരണത്തിന് മതിയാകുന്നവനാകുന്നു. രോഗത്തിന് ഞാൻ മതിയാകുന്നവനാകുന്നു. വാർദ്ധക്യത്തിന് ഞാൻ മതിയാകുന്നവനാകുന്നു. ദാരിദ്ര്യത്തിനും ഞാൻ മതിയാകുന്നവനാകുന്നു. ഏക കാരണം, എന്നെ ശക്തനാക്കുന്നവൻ ജീവിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ട് സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും ഞാൻ ഒരിക്കലും അതിൽ പതറിപ്പോകുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ ജീവിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. രണ്ട് ചോദ്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആരാകുന്നു? എന്നെ ശക്തനാക്കുന്നവൻ ആരാകുന്നു? ശ്രദ്ധിക്കുക, ഞാനൊരു രോഗിയാണെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഷ്ടാനുഭവങ്ങളിൽ തികവുള്ളവനാകുന്നുവെന്നാണ്. നിങ്ങൾ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത് കഷ്ടതകളിലും ക്ലേശങ്ങളിലും കടന്നുപോയ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണെങ്കിൽ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളുടെ ഒരു അംശം പോലും ഇതുവരെയും ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. എല്ലാ കഷ്ടതകളുടെയും പൂർണ്ണത അവന്റെ മേലാണ്. ബൈബിൾ അത് വെളിവാക്കുന്നുണ്ട്. ഞാനൊരു പക്ഷേ രോഗിയാണെങ്കിൽ അവൻ രോഗം ശീലിച്ചവനായിരുന്നു. രോഗം കൊണ്ട് എന്റെ ആകൃതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ശരീരം തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. രോഗം എന്റെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു വൈകൃത്യം വരുത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ക്രൂശിൽ എന്റെ പാപം നിമിത്തം വികൃതനായവനാണ്. വീണ്ടും ഈ രോഗത്താൽ എനിക്ക് വ്യസനം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വ്യസനപാത്രമായി തീർന്നിട്ടുണ്ട്. വീണ്ടും ആരെങ്കിലും എന്നെ രോഗം നിമിത്തം നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്ദാപാത്രമായി തീർന്നിട്ടുണ്ട്. ആരെങ്കിലും എന്നെ പരിഹാസത്തിന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പരിഹസിച്ച് തീർന്ന ശേഷം എന്നാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. നിന്ദയും പരിഹാസവും വ്യസനവും പൂർണ്ണമായി അനുഭവിച്ച ദൈവപുത്രൻ നിനക്കായി ജീവിക്കുന്നു, എനിക്കായി ജീവിക്കുന്നു. വീണ്ടും ആരെങ്കിലും എന്നെ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ത്യജിക്കപ്പെട്ടവനാണ്. വീണ്ടും ആരെങ്കിലും പ്രശ്നത്താൽ വീർത്തിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് എന്റെ പാപനിമിത്തം രക്തം വീർത്തവനാണ്. വീണ്ടും ആരെങ്കിലും ഇരുളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവൻ കൂരിരുൾ കണ്ടവനാണ്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഉണ്ടായ മഹാകൂരിരുൾ, ഞാൻ എന്തെങ്കിലും അനുഭവിച്ച കൂരിരുളുടെ നിമിഷങ്ങൾ, അതുമായി ഒരിക്കലും ഇരുളിന്റെ അവസ്ഥകൾ അതുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഉണ്ടായ ഒരു കൂരിരുൾ. ദൈവം ഒരു കറുത്ത തിരശ്ശീല വിട്ടുകൊണ്ട് ദൈവപുത്രൻ കഷ്ടതയുടെ വ്യതകളുടെ ആഴങ്ങളിൽ ഇറങ്ങിപ്പോയ നിമിഷങ്ങൾ അതാർക്കും കാണുവാൻ കഴിയുകയില്ല. എന്റെ പാപവും പേറി, നിങ്ങളുടെ പാപവും പേറി, സർവ്വലോകത്തിന്റെയും പാപവും പേറി കൂരിരുൾ കണ്ടവനാണ് പറയുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം യഥാർത്ഥ കൂരിരുൾ കണ്ടവൻ ഞാനാണ്. ഞാൻ കൂരിരുൾ കണ്ടതുകൊണ്ട് നിന്റെ ഇരുൾ ഞാൻ വെളിച്ചമാക്കി മാറ്റും. ഞാനാണ് സാക്ഷാൽ വെളിച്ചമായവൻ. അവൻ കണ്ട കൂരിരുൾ ആരും കണ്ടിട്ടില്ല. എന്റെ പാപത്തിന്റെ ഭീകരത മുഴുവനും ആ കൂരിലൂടെ വഹിച്ചവൻ അവനാണ്. അവൻ ആ നിലയിൽ തന്നെ വേദനയാൽ നീ ഒരു തേങ്ങൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടവനാണ്. നീ ഒന്ന് തേങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു കഴിഞ്ഞു. വീണ്ടും മരണത്തിന് അതീതമാണ് നിന്റെ ശരീരം. മരണം നിന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കാൻ ഒന്നുമില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സർവ്വ മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചേ മതിയാകുകയുള്ളൂ.
ജനിക്കുന്ന അന്ന് മുതൽ ഞാൻ മരിക്കുവാൻ തുടങ്ങിയാണ്. പക്ഷെ എന്റെ ദൈവപുത്രൻ അവൻ മരണത്തിന് അതീതനായിരുന്നു. മരണത്തിന്റെ നിയമമായ പാപത്തിന് അതീതൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപം കൂടാതെ ജീവിച്ചവൻ, അവൻ മരിക്കേണ്ടാത്തവനായിരുന്നു. അവൻ മരണം അനുഭവിച്ചുവെങ്കിൽ എന്റെ മരണം എത്രയോ നിസ്സാരമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കടന്നുപോയ സകലതും എല്ലാ കഷ്ടതകളും അവൻ നിന്നെ ശക്തനാക്കുവാൻ മതിയായവനാകും. അവൻ അതിന്റെ യോഗ്യതയുണ്ട്. ഞാൻ ഒരു ഉപസംഹാര വാക്കുകളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കും. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് ആ ഭാഗം പറയുന്നത്: ക്ലേശം അനുഭവിക്കുവാൻ കർത്താവ് എന്നെ ശീലിപ്പിച്ചു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. മറ്റൊരു ഭാഗത്ത് താൻ ഇങ്ങനെ പറയുകയുണ്ടായി, ശ്രദ്ധിക്കുക: എനിക്ക് എല്ലാമുണ്ട്, സമൃദ്ധിയുമായിരിക്കും. ഞാൻ ആ ഭാഗം വളരെ ചിന്തിച്ചിട്ടുണ്ട്. ഇത് ഞാനോ മറ്റൊരു സുവിശേഷകനോ പറഞ്ഞാൽ അതിൽ അല്പം വാസ്തവം കാണും. എനിക്ക് വേണ്ടുന്നതെല്ലാമുണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നുവെന്ന് ഞാനോ മറ്റൊരു സുവിശേഷകനോ പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വാസ്തവം കാണും. പക്ഷെ പറഞ്ഞത് പൗലോസാണ്. കഷ്ടതയുടെ നാളുകളിൽ തനിക്കുള്ള സമൃദ്ധി എന്താണെന്ന് അറിയുവാൻ ഞാൻ തന്റെ ലേഖനങ്ങളെല്ലാം പരിശോധിച്ചു നോക്കി. ഒടുവിൽ ഞാൻ കണ്ടെത്തിയത് ഇത് മാത്രമാണ്: തനിക്ക് സമൃദ്ധിയായിട്ടുണ്ട്. കർപ്പോസിന്റെ വീട്ടിൽ ചില പുസ്തകങ്ങളും കർത്താവിന് വേണ്ടി ഒഴിക്കുവാൻ ചോരയുള്ള ഒരു കഴുത്തും. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ ദൈവഭക്തൻ ഈ വിശ്വാസവിഹിതം പ്രഖ്യാപിച്ചു: എനിക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ കേവലം ചില പുതപ്പും ചില ചർമ്മലിഖിതങ്ങളും കർത്താവിന് വേണ്ടി ഒഴുക്കുവാൻ ഒരു തുടം ചോരയും ഇത് മാത്രം കയ്യിലുള്ളപ്പോൾ ഈ വിശ്വാസവീരനെ കൊണ്ട് കർത്താവ് പറയിപ്പിച്ചു: എനിക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇത് പറയുവാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇത് തനിക്ക് പറയുവാൻ കഴിയുന്നത് ക്രിസ്തുവിൽ തന്റെ സമ്പത്ത് കണ്ടതുകൊണ്ടാണ്. തന്റെ സമ്പത്ത് താൻ ക്രിസ്തുവിൽ കണ്ടു. ഞാൻ ഇങ്ങനെ ആ ഭാഗം ഒന്നുകൂടി ആവർത്തിച്ച് വിശദീകരിക്കട്ടെ. ക്രിസ്തുവിൽ തന്റെ സമ്പത്ത് കണ്ടവൻ ഒരിക്കലും ദരിദ്രനല്ല. ക്രിസ്തുവിൽ തന്റെ സമ്പത്ത് കണ്ടവൻ ഒരിക്കലും ദരിദ്രനാകുകയില്ല. ക്രിസ്തുവിൽ തന്റെ ആരോഗ്യം കാണുന്നവൻ ഒരിക്കലും ഒരു രോഗിയുമല്ല. ക്രിസ്തുവിൽ തന്റെ ജീവൻ കാണുന്നവൻ ഒരിക്കലും ദ്രവത്വം കാണുകയില്ല. അതാണ് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത. അവനിൽ കണ്ടെത്തുക നിങ്ങളുടെ സമ്പത്ത്. ലോകത്തിലെ സമ്പത്ത് മുഴുവനും കള്ളന്മാർക്ക് വേണ്ടിയിട്ടുള്ളതും പുഴുവിനും തുരുമ്പിനും വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൽ കണ്ടെത്തുന്ന ആത്മീകമായ സമ്പത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകുകയില്ല. അവനിൽ നിങ്ങൾ സമ്പത്ത് കണ്ടെത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവൻ കണ്ടെത്തുക. ഇന്ന് രാത്രി മരണത്തിന് വിധേയപ്പെട്ട പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പാപത്താൽ വലയുന്ന പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിക്കുക. അവനിൽ നിങ്ങളുടെ ജീവൻ കണ്ടെത്തിയാൽ നിങ്ങളുടെ മരണം അവനിൽ മരണം കണ്ടെത്തുമ്പോൾ ആ ജീവനിലൂടെ പ്രാപിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങൾ ഒരിക്കലും ദ്രവത്വം കാണുകയില്ല. നിത്യജീവനാൽ നിങ്ങൾ അഭിഷക്തനായി തീരും, യാതൊരുവിധ സംശയവുമില്ല. എനിക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്, കാരണം ഞാൻ ക്രിസ്തുവിൽ എന്റെ സർവ്വ ആത്മീക സമ്പത്തും അനുഗ്രഹങ്ങളും കാണും. ഒടുവിലായി എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. നോക്കുക, ശ്രദ്ധിക്കുക, അവനാണ് എന്റെ കർത്താവ്. ഇനി എന്നെ കൈപിടിച്ച് നടത്തുവാൻ ഒരു കർത്താവുണ്ട്. ഞാൻ ബലഹീനനായിരിക്കാം, പക്ഷെ സർവശക്തനായ കർത്താവ് എന്റെ കൈപിടിച്ച് നടത്തുവാൻ മതിയായവനാണ്. ഞാൻ പാപത്താൽ ബലഹീനനായി പോയാൽ അവനാണ് രക്ഷിതാവ്. അവൻ എന്റെ രക്ഷിതാവാണ്, എന്റെ രക്ഷകനാണ്. എന്നെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാനും എന്നെ പാപക്ഷമ നൽകുവാനും നിത്യജീവൻ നൽകുവാനും അവന് കഴിയും. അവൻ എന്റെ ഇടയനാകുന്നു. അവൻ എന്നെ ശക്തീകരിക്കുന്നവനാണ്. എന്നെ നല്ല നിലയത്തിൽ നടത്തുന്ന ഇടയൻ ഇനി അവനാകുന്നു. ഇനി ഞാൻ വാതിൽ തേടി അലയേണ്ടി വരികയില്ല, അവനാകുന്നു എന്റെ വാതിൽ. ഇനി ഞാൻ വഴിതെറ്റി നടക്കുകയില്ല, എന്നെ ശക്തനാക്കുന്നവൻ എന്റെ വഴിയാകുന്നു. ഞാൻ സത്യത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ സത്യമായി എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇനി ഞാൻ ഇരുളിൽ തപ്പി നടക്കുകയില്ല, എന്റെ കാൽ ഇടവുകയുമില്ല. അവൻ വെളിച്ചമായി, എന്നെ ശക്തനാക്കുന്നവൻ വെളിച്ചമായി പ്രകാശിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഇനി ഇരുളിൽ നടക്കുകയില്ല. വീണ്ടും എനിക്കിത് വിശക്കുകയില്ല, വിശന്ന് ഞാൻ പരവശനായി തീരുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ ജീവന്റെ അപ്പമാകുന്നു. വീണ്ടും ഞാൻ ദാഹിച്ചു വലയുകയില്ല, അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. എനിക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ആ നിലയിൽ നിങ്ങൾ എന്നെ ബലഹീനനെന്ന് വിളിച്ചാൽ എന്റെ കർത്താവ് എനിക്ക് ജ്ഞാനമാകുന്നു. അവനാകുന്നു എന്റെ നീതി, അവനാകുന്നു എന്റെ വിശുദ്ധി. ഇനി എന്നെ സ്നേഹിക്കുവാൻ ലോകത്തിൽ ആരുമില്ലെങ്കിലും എന്നെല്ലാവരും കൈവിട്ടാലും അവൻ സ്നേഹമായി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഏറ്റവും ഒടുവിൽ മരണം എന്നെ വന്ന് തട്ടി വിളിച്ചാൽ, കല്ലറകൾ എനിക്കായി തുറക്കപ്പെട്ടാൽ അവൻ പുനരുദ്ധാനവും ജീവനുമായി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ശക്തീകരിക്കുമ്പോൾ അതിന് പരിമിതികളില്ല, പരിധികളുമില്ല. ദൈവം ഈ വചനങ്ങളാൽ